فاعترفوا بذنبهم فسحقا لأصحاب السعير. അവർ അവരുടെ പാപങ്ങൾ സമ്മതിക്കും, അപ്പോൾ തീയുടെ കൂട്ടർക്ക് ശാപം. ഒരിക്കൽ അവർ അവഗണിച്ച സത്യങ്ങൾ ഇന്ന് അവരുടെ കണ്ണിന് മുന്നിൽ വെളിവായി നിൽക്കുന്നു. അന്ന് അവർക്കുണ്ടായിരുന്നത് അഭിമാനമായിരുന്നു, ഇന്ന് ആ അഭിമാനം നിശബ്ദമായ ഭയമായി മാറിയിരിക്കുന്നു. അവർക്ക് പറയാനാവുന്നത് ഒറ്റ വാക്ക് മാത്രം: അതെ, ഞങ്ങൾ തെറ്റിച്ചു. അതാണ് അവരുടെ ആദ്യത്തെ സത്യവാക്ക്. പക്ഷെ അതിനി യാതൊരു വിലയുമില്ല, കാരണം തൗബയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു. ഏതറഫു, അവർ തുറന്ന് സമ്മതിക്കും. ഇനി നിഷേധിക്കാൻ വഴിയില്ല, നിഷേധിക്കാനില്ല, കാരണം എല്ലാം വെളിവായി. ബിദംബിഹിം, അവരുടെ വ്യക്തിപരമായ പാപങ്ങൾ. ഫസുഹഖൻ, കരുണയിൽ നിന്നുള്ള പൂർണ്ണ അകലം. അത് സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദയയിൽ നിന്നുള്ള അകലം കൂടിയാണ്. ഇവർ സത്യം അറിയാതെ പോയവരല്ല, അറിയാമായിരുന്നിട്ടും അവഗണിച്ചവരാണ്. അവരുടെ സമ്മതം ഇനി ഭയത്തിൽ നിന്നുള്ളതാണ്, സത്യനിഷ്ഠയില്ലാത്ത സമ്മതം. ലോകത്തിൽ ഒരാൾ തൻ്റെ പാപം സമ്മതിച്ച് മാറാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. പക്ഷെ ആഖിറത്തിൽ പറയുന്ന സമ്മതം തീയുടെ ചൂടിൽ നിന്നും നിരാശയിൽ നിന്നുമുള്ളതാണ്. ഒരിക്കൽ വിശ്വാസികളെ പരിഹസിച്ച നാവുകൾ ഇന്ന് തീയിൽ വിറയ്ക്കുകയാണ്. അവരോട് പറയപ്പെടുന്നു, നിങ്ങൾക്കിനി ദൂരമേ, അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നുള്ള ദൂരം. സത്യം തിരിച്ചറിയുമ്പോൾ സമയമില്ലെങ്കിൽ ആ തിരിച്ചറിവിന് യാതൊരു മൂല്യവുമില്ല. സത്യവിശ്വാസം കണ്ടതിനെ വിശ്വസിക്കലല്ല, കാണാതെയും ഉറച്ചു നിൽക്കലാണ്. അവിശ്വാസികൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ. ഇപ്പോൾ അവർ കാണുന്നു, പക്ഷെ തിരിച്ചു പോകാൻ സമയമില്ല. അവർ സമ്മതിക്കും, പക്ഷെ വിനയത്താലല്ല, നിരാശയോടെയാണ്. അവർ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതേ വാക്ക് തന്നെയാണ് അവരെ നശിപ്പിക്കുന്നത്. തീയുടെ കൂട്ടർക്ക് ദൂരമാകട്ടെ. അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഭയമാക്കേണ്ടതല്ല, ഉണർത്തലാക്കേണ്ടതാണ്. കാരണം കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു. അവർ അന്ന് സമ്മതിക്കും, നമുക്ക് ഇന്ന് സമ്മതിക്കാം.